പല ഗാനങ്ങളും ഇപ്പം ഇന്നും ഈ അത്യന്താധുനിക യുഗത്തിലും ഒരു സംഗീത മത്സരം നിങ്ങളുടെ ചാനലുകാർ നടത്തുമ്പോഴും ഏറ്റവും കൂടുതൽ ഗായകർ പാടുന്ന പഴയ പാട്ടുകളല്ലേ. അല്ല മഴ ബാബുരാജിൻ്റെ താമസമെന്തേ വരുവാൻ ഫീമെയിൽ വോയിസാണ് സൂര്യകാന്തി തളിരിട്ട കിനാക്കൾ തൻ താമരമാണ്. ദേവരായ മാഷ ദക്ഷിണാമൂർത്തിയുടെ ഇന്നലെ നീ ഒരു സുന്ദരരാഗമായി ഇതൊക്കെ പാടിയാണ് ഇവരൊക്കെ അവാർഡ് മേടിക്കുന്നത്. ഇന്നും സിനിമ കണ്ടാണോ ഇവിടുത്തെ സംഗീതം വളർന്നത്? അല്ല, സിനിമ കണ്ടല്ല ഇവിടുത്തെ സംഗീതം വളർന്നത്. ഇവിടുത്തെ സംഗീതം പാടങ്ങളിലും പുഴയുടെ തീരത്ത് നിന്നും പാറമേട്ടുകളിൽ നിന്നും ഒക്കെ അധ്വാനിച്ച് പണിത് ശരീരം വിയർത്തുകൊണ്ട് അവരുടെ മാനസിക ദുഃഖങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള നാടൻ ഗാനങ്ങളിൽ നിന്നാണ് ഇതിന് തുടക്കം. പണ്ട് ലളിതഗാനങ്ങൾക്ക് ഒരുപാട് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ ഇപ്പോ അത്രയധികം പ്രാധാന്യമില്ല. ലളിതഗാനങ്ങളെക്കാൾ കൂടുതലും എല്ലാവരും സിനിമാ ഗാനങ്ങളിലേക്ക് തന്നെയാണ് തിരിയുന്നത്. ഇതിനോട് മാഷ് എന്താണ് പറയുന്നത്? പണ്ട് മണിപ്രവാള, അതെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രധാന ഒരു ഘടകം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതികത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഉണ്ടാകുന്ന സംഭവം. ഇന്ന് ചങ്ങമ്പുഴ, വയലാർ, വി ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവരുടെ, അല്ല അതിനു മുമ്പുള്ളവരുടെ, കുമാരനാശാൻ, വള്ളത്തോൾ തുടങ്ങിയ ആൾക്കാരുടെ, കാളിദാസൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ ആൾക്കാരുടെ എത്ര ശ്ലോകം ഇന്ന് ചെറുപ്പക്കാർ മോക്കറിയാവോ? കാളിദാസൻ്റെ ഒരു ശ്ലോകം അറിയാവോ? കാണാപ്പാടും അറിയാം. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കുമാരനാശാൻ്റെ ഒരു ശ്ലോകം അറിയാവോ? അറിയാമോ? ഇല്ല. അത് മോടെ പാണ്ഡിത്യ കുറവല്ല, അറിവില്ലാത്തവളല്ല, ആയിട്ടല്ല. പക്ഷേ അതിനുള്ള ചാനൽ തുറന്നു കിട്ടുന്നില്ല, വിദ്യാഭ്യാസ സമ്പ്രദായം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഭാഷയിൽ നിന്ന് മലയാള ഭാഷയോട് വളരെയധികം നമ്മളും അകന്നുപോയി. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് 3 ഇംഗ്ലീഷ് പദമെങ്കിലും ഇല്ലാതെ പറയാറുണ്ടോ? അരുണെ കൃത്യം 10 o'clock തന്നെ ഞാൻ അങ്ങോട്ട് വരും, സഡൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം, ഇങ്ങനെയൊക്കെയല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഭാഷ പറയുന്നത് അതുപോലെ തന്നെ അപശ്രുതി നമ്മുടെ ഭാഷയ്ക്ക് വന്നിട്ടുണ്ട്. ഭാഷയെ ഉടുപ്പിച്ചിട്ട് ബർമുഡായും ബനിയനും ഇടിച്ച് മലയാള പുളിയലക്കരയൻ മുണ്ടും ആ നേരിയതും ആ ശാലീനമായ നെറ്റിക്കുറിയും എല്ലാം മായ്ച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കവിതകൾക്കും ഈ കോട്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? എന്നാലും ശരിക്ക് ഉള്ളിലോട്ട് പകഞ്ഞ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പോലെ കുറേ നല്ല ഗാനങ്ങൾ നമുക്കുണ്ട് ഇന്നും. ഇന്ന് ഒത്തിരിയേറെ ഗാനങ്ങളുടെ കാവ്യഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പഴയ ഗാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഗാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേക സൗന്ദര്യം, ഒരു ഭംഗിയും ഒക്കെ ആയിരുന്നു. അത് കേൾക്കാൻ തന്നെ ഇന്നും ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. മലയാളികൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമായിട്ടാണ് പഴയ ഗാനങ്ങളെ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളിൽ ഈ കാവ്യഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാഷിക്ക് തോന്നിയിട്ടുണ്ടോ? എത്ര പദങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഏകദേശം സിനിമാ സംഗീത സമ്മാനം ഇല്ലാത്തത് തന്നെ അതിൻ്റെ പേര് വഴക്കടിച്ചിട്ടാണ്. സിനിമയ്ക്ക് ഇന്നും വിളിക്കുന്നുണ്ട്. ഞാൻ പൊരുത്തപ്പെടാത്ത ഒരാളാണ്. എങ്ങനെ? എനിക്കൊരു കവിത കിട്ടിയാലേ ഞാൻ സംഗീതം ചെയ്തു. തോന്നിവാസി എഴുതിക്കൊണ്ട് വന്നാൽ, ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ, യുക്തിസഹമല്ലെന്ന് തോന്നിയാൽ അത് തിരുത്തി തരണം എന്നൊക്കെ നിർബന്ധിക്കുന്ന പഴയ ചില നമ്മുടെ ദേവരായ മാസ്റ്ററെയൊക്കെ പോലെ തന്നെയുള്ള ആ ഔന്നത്യം ഞാൻ കൽപ്പിക്കുന്നില്ല. പക്ഷേ ആ മനസാക്ഷി എനിക്ക് ആയതുകൊണ്ട് എൻ്റെ ഹാർമോണിയുടെ പുറത്ത് കൊണ്ടുവന്ന് ശുദ്ധമായ കവിതകളെ നിരത്താൻ ഒക്കും. തോന്നിവാസം എഴുതിയാൻ സമ്മതിക്കില്ല. കാരണം ഭാഷ ഐച്ഛികമായിട്ട് പഠിച്ചവനാണ് ഞാൻ. മനസ്സിലായേ? അപ്പോൾ അതിൻ്റെ അടിത്തറ എനിക്കറിയാം. അപ്പോൾ ആയതുകൊണ്ട് നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അതല്ലാത്ത ഗാനങ്ങൾ ഞാൻ തിരസ്കരിക്കും. എങ്കിലും ആ ഒരു കാവ്യഭംഗി ഇന്നത്തെ കാലത്തെ പാട്ടുകൾക്ക് എല്ലാത്തിനും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ചില പാട്ടുകൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കവിത എഴുതിയ, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ തരങ്കണിയിൽ സ്ക്രിപ്റ്റ് സ്ക്രൂട്ടനൈസിങ് ഓഫീസറായിട്ട് 3.5 വർഷം തരങ്കണിയിലുണ്ടായിരുന്നു. അപ്പോൾ ഭാഷ എനിക്ക് ഐച്ഛികമായതുകൊണ്ടാണ് എന്നെ അവിടെ നിർത്തിയത്. ലോക കവികൾ ആരെഴുതിയാലും അത് എൻ്റെ മേശപ്പുറത്ത് വന്നിട്ട് ഞാൻ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തിട്ട് ദാസേട്ടനെ വായിച്ച് കേൾപ്പിക്കണം. ദാസേട്ടൻ വരുമ്പോൾ വായിച്ച് കേൾപ്പിച്ച്
വാക്യാർത്ഥം വ്യംഗ്യാർത്ഥം ഭാവാർത്ഥം എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ 10 പാട്ടുകൾ ചെയ്തോളൂ, ഉടൻ റെക്കോർഡ് ചെയ്തു, ഞാൻ പാടിയേക്കാം എന്താ സെറ്റം പറയും. ആ ഒരു കാലയളവിലാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ചെറുപ്പക്കാരൻ പയ്യൻ നല്ലൊരു ഐശ്വര്യമുള്ള മുഖമൊക്കെ ആയിട്ട് തരംഗിണി വന്നു. അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ഞാൻ സ്വീകരിക്കുകയും അന്ന് പയ്യനായിരുന്ന അവൻ്റെ കക്ഷത്തിൽ ഇരുന്ന കവിതകൾ മേടിച്ച് ഞാൻ വായിച്ച് അന്ന് ഞാൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ നീ ടോപ്പാകും ഗിരീഷേ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മേടിച്ച് കൊടുത്ത്, അവൻ ചായ എല്ലാം മേടിച്ച് കൊടുത്ത്, എല്ലാം കൂടെ അല്പം സ്വല്പം വണ്ടിക്കൂലിയും കൂടെ കൊടുത്ത് ഞാൻ വിട്ട ഒരാളാണ് നാസർ. ആ പോക്ക് പോയി അദ്ദേഹം അവർക്ക് തരങ്ങളിലേ ചെയ്തു, ഭയങ്കരമായിട്ട് ഹിറ്റായി. ബാക്കി പിന്നെ സിനിമയുടെ കടലിലോട്ട് ആ തിരയിലെ ഒരു അംശമാകുമായിരുന്നു പുള്ളി. ആ തിരയിലെ ഒരു അംശമായതുകൊണ്ട് കുറച്ച് ആഴത്തിൽ അറിയാതെ പോയതുകൊണ്ടായിരിക്കും അദ്ദേഹം നേരത്തെ ദിവംഗതനായത്. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ മലയാള നമ്മുടെ കൈരളിക്ക് സിനിമയ്ക്ക്, പ്രത്യേകിച്ച് സിനിമയ്ക്ക് കുറേ കൂടി നല്ല പാട്ട് കിട്ടിയാൽ. പിന്നെ കൈതപ്പുറം, നമ്മുടെ കൈതപ്പുറത്തിനെ അല്പം പോലും തള്ളിപ്പറയാനൊക്കെയല്ല. കൈതപ്പുറത്തിൻ്റെ ആദ്യ ഗാനം തരങ്ങളിൽ വന്നപ്പോൾ MG രാധാകൃഷ്ണൻ സംഗീതം, ഞാനായിരുന്നു അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. അങ്ങനെ കൈതപ്പുറമായിട്ട് നല്ല ബന്ധമാണ്. കൈതപ്പുറത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ എടുത്തു പറയാൻ കവിതാത്മകമായിട്ടുണ്ട്. പിന്നെ എന്നാൽ പോലും ബി ഭാസ്കരനോ പിന്നെ വയലാറോ ONV സാറോ എഴുതി തന്ന അനശ്വര ഗാനങ്ങൾക്കൊപ്പം ഒത്താൻ ചുരുക്കം ചില ഗാനങ്ങൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്നാന്ന് പറഞ്ഞോ, കവിത്വമുള്ളവരെ ഇപ്പോൾ വിളിക്കാറില്ല, വെറും പാട്ടെഴുത്തുകാരാണ് കയറി വിളിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എനിക്കൊന്ന് പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമ്മൾ റഫീഖ് എന്ന് പറയുന്നൊരു ഗാനരചയിതാവ്. റഫീഖ് എന്ന മറ്റേ കേട്ടിട്ടുണ്ടോ മലയാള സിനിമയിൽ? റഫീഖ് അഹമ്മദ് നല്ല ഭാവനാവിശേഷത്തോടു കൂടി എഴുതിക്കൊണ്ടുവരുന്ന ഒരു കവിയാണത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കവിത ചെയ്തിട്ടില്ല, സംഗീതം ചെയ്തിട്ടില്ല, പക്ഷേ അകലെന്ന് കേട്ടിട്ടുണ്ട്. നല്ല ഭാവി, നല്ല ബിംബങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ, നല്ല ബിംബങ്ങൾ. നമ്മൾ ചോദിച്ചത് കവിത ഭംഗി കുറവാണെന്ന്. അപ്പോൾ അവരൊക്കെ കവികളുടെ ലിസ്റ്റിലേക്ക് വന്നവരാ. കവിത്വമുണ്ട്. ആ കവിത്വമുള്ളവർ എഴുതിയാൽ മനോഹരമായിരിക്കും. അതുകൊണ്ട് ചില പ്രായമുള്ള സംഗീതജ്ഞരും എഴുത്തുകാരും ഒക്കെ പറയാനുണ്ട്, അവർ താഴെയുള്ളവരെ അംഗീകരിക്കുകയല്ല. ഇപ്പോൾ എന്നാ പാട്ടിരിക്കുന്നു, ഇപ്പോൾ എന്നാ സംഗീതം ഇരിക്കുന്നു, നാടകം എന്നാ ഇരിക്കുന്നു, സിനിമ എന്നാ ഇരിക്കുന്നു ചോദിക്കുന്ന അസൂയാലുക്കളുണ്ട്. ഞാനങ്ങനല്ല. പ്രതിഭാധനന്മാരായ ഒരുപാട് ചെറുപ്പക്കാരിപ്പോൾ ഉണ്ട്. പക്ഷെ അവരെ വേണ്ടവണ്ണം ഉപയോഗിക്കണം. ഉപയോഗിക്കാത്ത കുഴപ്പമുണ്ട്. ഈ ഒരു രംഗത്ത് മാഷിന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കലാകാരന് ഇന്നലെ ഞാൻ പറഞ്ഞു, 4 അവസ്ഥ, 4 പടികൾ കയറിയാലേ അവൻ്റെ കർമ്മസായുജ്യം അവന് ലഭിക്കുകയുള്ളൂ. അവജ്ഞ, അസൂയ, അംഗീകാരം, ആരാധന. ഈ കഴിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചവനാണ്. അവജ്ഞയോടവജ്ഞ, അസൂയ, സഹിക്കാൻ മേലാത്ത അസൂയ, പിന്നെ അംഗീകാരം, അവാർഡും റിവാർഡും ഒക്കെ കിട്ടുമ്പം അംഗീകരിക്കാതിരിക്കാൻ ഒക്കെയല്ലോ. എൻ്റെ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഇവൻ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ പത്മശ്രീ യേശുദാസ് 282 സോളോ പാടിച്ചു കഴിഞ്ഞവനെ അംഗീകരിക്കുകയാണെങ്കിൽ നാണക്കേടല്ലേ? അതുകൊണ്ടുള്ള അംഗീകാരമാണ്. ഇപ്പം എന്നറിയോ, SP ബാലസുബ്രഹ്മണ്യം ശങ്കരാഭരണം എന്നൊരു പാട്ട് പാടിയില്ലേ, ശങ്കരാഭരണം എന്ന് പാടിയില്ലേ? ആ പാട്ട് മോശമാണെന്ന് സംഗീതം അറിയാത്തവർക്കും പറയാനൊക്കുമോ? കാരണം ഭൂരിപക്ഷവും ജനതയുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ആവാഹിച്ചെടുത്ത ആ പാട്ടിനെ ഒരു അസൂയാൽ വന്നു അതെന്നെ പാട്ട് എന്ന് പറയാനൊക്കും? പൊക്കാത്ത, അപ്പം അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഞാൻ വെറുതെ കള്ളവിനെയും എനിക്കിഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറേ പാടികൾ, ആ പാടികളിൽ കയറിയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. വിശേഷിച്ച് ശ്രീമാൻ പത്മശ്രീ യേശുദാസിൻ്റെ, മഹാനായ യേശുദാസിൻ്റെയും ഒക്കെ പ്രൊമോഷനോടുകൂടി
നിൽക്കുന്ന ഒരാളാണ്. ദാസേട്ടനോടൊപ്പമുള്ള മറ്റു ഓർമ്മകൾ പറയുകയാണെങ്കിൽ മാഷിന് ദാസേട്ടനോടൊപ്പമുള്ള ഓർമ്മകളേ ഉള്ളൂ. അതായത് ഞാൻ 1980-81 കാലഘട്ടത്തിൽ തരങ്ങിണി സ്ഥാപിതമായല്ലോ, ദാസേട്ടൻ സ്ഥാപിച്ചു. അവിടെ പ്രിയസഖിക്കൊരു ലേഖനം എന്ന ഒരു സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ തിരക്കഥ, സംഗീതം, ഗാനരചന, സംഗീതം 4 പ്രധാന ചാർജുകൾ വഹിച്ചുകൊണ്ടാണ് തരങ്ങിണിയിലോട്ട് കാലുകുത്തുന്നത്. അപ്പോൾ പ്രിയസഖിക്കൊരു ലേഖനം, എൻ്റെ പ്രിയതമയ്ക്കൊരു ലേഖനം, നിനക്കോർക്കാൻ എന്നെ ഓർക്കാൻ എഴുതും പ്രിയലേഖനം എന്ന പാട്ട് സംഗീതം ചെയ്ത് ദാസേട്ടൻ പഠിച്ചു. ആ പാട്ട് പാടി അന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം എനിക്കായിരുന്നു. അതുകൊണ്ട് ആ പാട്ട് ദാസേട്ടന് വളരെയധികം ഹൃദയാവർജകമായി തോന്നുകയും ദാസേട്ടൻ ഒരുപാട് അടുത്തിടപെട്ടുകൊണ്ട് എന്നെ തരങ്ങിണിയിലെ സ്റ്റാഫ് മ്യൂസിക് ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ ബന്ധം അതൊരു വലിയ ബന്ധമാണ്. പിന്നെ എൻ്റെ പല പാട്ടുകളും, എൻ്റെ അയ്യപ്പൻ പാട്ടുകളിൽ, ഇന്ത്യയിലെ 4 ഭാഷയിൽ ദാസേട്ടൻ പാടിയ പാട്ടുകളിൽ എന്മനം പൊന്ന അമ്പലം, അതിൽ നിൻ്റെ ശ്രീരൂപം എന്ന പാട്ട് പാടി അദ്ദേഹം ആ ബൂത്തിൽ പാട്ടുപാടുക്ക നിൽക്കുന്ന ബൂത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ മുഹൂർത്തം എനിക്ക് മറക്കാൻ പറ്റിയ മുഹൂർത്തമല്ല. അതോടൊപ്പം തന്നെ വേറൊരു വലിയ സംഗീത സംവിധായകനും ദാസേട്ടനുമായിട്ട് അവിചാരിതമായി തരങ്ങളിയുടെ മുറ്റത്ത് ഒരു വാഗ്വാദം ഉണ്ടായത്, വഴക്കായി. ഒരുത്തൻ അതിര് കിടന്ന് ദാസേട്ടനോട് സംസാരിച്ചു, ആ സംഗീത സംവിധായകൻ. ആ സംഗീത സംവിധായകനെ അദ്ദേഹം ഗെറ്റ് ഔട്ട് അടിച്ചു. മനഃപൂർവ്വമല്ല, അടിക്കേണ്ടി വന്നു. കൈകൊണ്ട് അടി കൊടുക്കേണ്ട സ്ഥലം വരെ എത്തി. പക്ഷേ ദാസേട്ടൻ സംയമനം പാലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വാഗ്വാദത്തിനിടയിൽ എൻ്റെ തോളിൽ, ഞാൻ നിഷ്ക്രിയനായിട്ടവിടെ നിൽക്കുകയാണ്, എൻ്റെ ഷർട്ടിന് പിടിച്ച് വലിച്ച കൊട്ടിട്ടത് ഇവൻ്റെ മുമ്പിൽ, ഇവൻ്റെ നന്ന് വിളിച്ചത്, ഇവൻ്റെ മുമ്പിൽ താനൊരു ചുക്കുമല്ല എന്ന് പറഞ്ഞൊരു മുഹൂർത്തം സംഗീത സംവിധാനത്തിന് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ തട്ടിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ദാസേട്ടൻ. പിന്നെ വയലാർ കവിതകൾ, വയലാറിൻ്റെ മുഴുവൻ കവിതകളും ഞാനാണല്ലോ സംഗീതം ചെയ്തത്. അതറിയാമല്ലേ, വലിയൊരു ഗ്രന്ഥമുണ്ടല്ലോ വയലാർ കവിതകൾ. അതെ, സിനിമ പാട്ടല്ല, വയലാർ കവിതകൾ എന്ന് പറയുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാനാണ് സംഗീതം. ദാസേട്ടൻ പാടി. അങ്ങനെ അത് വെളിയിലിറങ്ങി. അപ്പോൾ വയലാർ എന്ന് പറയുന്നത് ഒരു വലിയ മഹാശക്തിയല്ലേ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കവിതകളും ഞാൻ സംഗീതം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരംകാർക്ക് സൂഹിക്കാതെ വന്നു. അതിലെ കലാകാരന്മാർ വേറെ കുതന്ത്ര വഴികളിലൂടെ മാസികയിൽ എഴുതിച്ചു. ചില ഗാനങ്ങൾ തകർത്ത് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു സംഗീത സംവിധാനം. കയ്യിലൊരു ഇന്ദ്രധനുസുമായി കാറ്റത്ത് പെയ്യുവാൻ വന്ന തുലാവർഷമേക്കമേ, കമ്മറ നക്ഷത്ര രചനയിൽ ഇന്നലെ കണ്ടുപോ നിങ്ങളൻ രാജഹംസത്തിനെ. ആ പാട്ട്. ഒന്നാം കൊമ്പിൽ വന്നിരുന്നൊര പുന്നാരക്കളി ചോദിച്ചു. അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ മനോഹരമായിട്ട് ദാസേട്ടൻ്റെ തൃപ്തിയോടുകൂടി പാടി. അതൊരു തർക്കത്തിൽ വന്നപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, മുഴുവൻ കവിതകളും റെക്കോർഡ് ചെയ്യാൻ തരങ്കിണി പണം മുടക്കും. രംഗനാഥ് ചെയ്തതിൻ്റെ മുകളിൽ ആരെങ്കിലും ചെയ്ത് തരികയാണെങ്കിൽ അവർക്ക് മുഴുവൻ ചെലവുകളും തരങ്കിണിയിൽ നിന്ന് കൊടുക്കുന്നതാണ്. പിന്നെ അനങ്ങിയിട്ടില്ല ആരും. അപ്പം ഞാനീ പറയുന്നത് അവജ്ഞ, അസൂയ, അംഗീകാരം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് ദാസേട്ടൻ്റെ ആ നിർണായക ഘട്ടത്ത് എന്നെ താങ്ങി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് വളരെ ഖേദമുണ്ടാകുമായിരുന്നു. വയലാർ കവിതകൾ ചെയ്തിട്ട് മോശമാണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. തരങ്കിണിയുടെ പണം മുഴുവൻ തന്നേക്കാം ഷൂട്ടിങ് റെക്കോർഡിങ്ങിനുള്ളത്, ഏത് മഹാനെയും കൊണ്ടും ചെയ്യിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞു. അതെനിക്ക് എൻ്റെ ഹൃദയത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു മുഹൂർത്തമാണ്. പിന്നെ ദാസേട്ടനുമായിട്ട് ദാസേട്ടൻ കത്തിക്കാളി എരിഞ്ഞ് മഹാത്ഭുതമായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും ദാസേട്ടനും കൂടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതി? ഞാൻ ഓരോ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നത് കേട്ടാൽ നാട്ടുകാർക്ക് ഒരു അതിശയവുമില്ല. പക്ഷേ പത്മശ്രീ യേശുദാസ് എന്ന് പറയുന്ന മഹാൻ ഇപ്പം ഒരു ഓട്ടോറിക്ഷയിൽ
ഏറ്റുമാനൂടെ നടന്നിവിടെ വരുന്ന സംഗതി കയറി ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കുമോ? ആ ഒരു പരമഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അഭിരാമപുരം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരു പാട്ട് പഠിക്കാൻ ചെന്നു, തരങ്ങിണിക്ക് വേണ്ടി. പി ഭാസ്കരൻ മാഷയുടെ രചന, എൻ്റെ സംഗീതം, വർഷങ്ങൾക്ക് മുമ്പാണ് ചെന്നു. അദ്ദേഹം മരിക്കുന്നതിന്, പി ഭാസ്കരൻ മാഷ് മരിക്കുന്നതിന് 1 വർഷം മുമ്പാണ്. അങ്ങനെ കൊണ്ട് ചെന്നു, പാട്ട് കഴിഞ്ഞു ഓക്കെ ആകുമ്പം രാത്രി 1 മണിയായി. അപ്പോൾ ദാസേട്ടൻ്റെ വാൽമീകിപുരത്തിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് കാർ ഇവിടെ വരണം. എന്തോ കാരണവശാൽ കാറ് വന്നില്ല. അങ്ങനെ സംഭവിക്കുന്നതല്ല. ആ കാറ് ഈ അസമയത്ത് എവിടെയോ ബ്രേക്ക് ഡൗൺ ആയി. അന്ന് മൊബൈലില്ല. ഈ മൊബൈൽ കുറച്ച് വർഷങ്ങളിലായല്ലോ വന്നിട്ട്, മൊബൈലില്ലാത്ത കാലഘട്ടം അല്ലാതെ. അപ്പോൾ അദ്ദേഹം ഈ സ്റ്റുഡിയോ പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനും ദാസേട്ടനും കൂടി ഇങ്ങനെ ഗേറ്റിൽ വന്ന് നിൽക്കുക. അകത്ത് ഇവർ വിളിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. സ്റ്റുഡിയോ പൂട്ടി ഇറങ്ങിപ്പോകുന്നു. ഞങ്ങൾ റോഡേൽ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞേച്ച് വർത്തമാനം പറഞ്ഞ് ചുമ്മാ നടക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ പാട്ടിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ ദാസേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ അതിന് മുകളിൽ ഉത്തരവും പറഞ്ഞ് ഇങ്ങനെ നടന്ന് കുറേ അങ്ങ് പോയി. എങ്ങും എല്ലാത്തരത്തെത്തി. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ദാസേട്ടാ വണ്ടിയൊന്നുമില്ലല്ലോ, എങ്ങനെ പോകും? അപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ലൈറ്റ് ഞാൻ കാണും. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. ദാസേട്ടൻ മടക്കി കുത്തി ചുമ്മാ നടക്കുക ഈസിയായിട്ട്. ഞാൻ കൈ കാണിച്ച് അവൻ കൊണ്ട് നിർത്തി. അവൻ ദാസേട്ടനെ കാണുന്നില്ല, എന്നെ ഫോക്കസ് ചെയ്യുന്നത്. എங்கே പോകണം? വാൽമീകിപുരം. കയറിയിരുന്നു. ദാസേട്ടൻ പുറകെ കയറി അങ്ങ് ഇരുന്നു. അവിടെ വണ്ടി വിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് പോയി. വാൽമീകിപുരത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിൽ ചെന്നിറങ്ങിയപ്പോൾ ഇങ്ങനെ ഫുട്ബോൾ പോലുള്ള ലൈറ്റ് ഉണ്ടല്ലോ, വെളുത്ത ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ദാസേട്ടൻ ഇറങ്ങിയപ്പോൾ ഇവൻ കാണുകയാണ്. ഈ ഓട്ടോറിക്ഷക്കാരൻ ചാടി ഇറങ്ങിയേച്ച്, അയ്യോ സ്വാമി ദാസണ്ണെന്നും പറഞ്ഞ് പാദത്തിലോട്ടെങ്കിൽ പാട്ട് തൻ്റെ റോഡിലങ്ങ് വീഴുക. ദാസേട്ടൻ ഇങ്ങനെ യേശുവിനെ പോലെ നിൽക്കുക. ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു മറ്റവനെ. അവന് പൈസയും കൊടുത്തു. പൈസ ഞാൻ എടുത്തിട്ട് വേണ്ടപ്പോ എന്നോട് കർമ്മ പുണ്യം എന്ന് പറഞ്ഞ് അവൻ ഓടിച്ചങ്ങ് പോയി. ദാസേട്ടൻ ചിരിച്ചു. അങ്ങനെ ഒരു രസകരമായൊരു സംഭവം, അതിന് കോമഡിക്ക് പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പഠിക്കാൻ പോയി. കഴിഞ്ഞ വർഷത്തെ അയ്യപ്പൻ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള ഭയങ്കരമായൊരു ഗാനം എഴുതി. ദാസേട്ടൻ അതൊന്ന് പാടി. ആ പാടി എല്ലാം ഹൃദയാവൃതയും അദ്ദേഹം കണ്ടപിടറി കണ്ണ് നിറഞ്ഞ ചില എൻ്റെ കവിതകളെ വളരെയധികം ആഴത്തിൽ പുള്ളി ആസ്വദിക്കുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കവിതകൾ മാത്രമല്ല, തന്നെയല്ല വലിയ വലിയ ആളുകളുടെ പല കവിതകളും അദ്ദേഹം കവിതയുടെ ആത്മാവ് കണ്ടെത്തി പാടും. ആ മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ദാസേട്ടനുമായിട്ടുള്ള. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു രംഗത്തേക്ക് വളർന്നു വരാനൊക്കെ ഒരുപാട് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ചാൻസസ് ഉണ്ട്. എന്നാൽ പണ്ടത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള കഴിവ് തെളിയിച്ച് ഇപ്പം ഒരു നാടകൃത്താണെങ്കിൽ നാടകാന്ത്യം കവിത്വം എഴുതി ഒരു 10-45 വയസ്സ് ആയി പരിചയമൊക്കെ ആയിക്കഴിഞ്ഞവനെ നാടകൃത്താക്കത്തുള്ളൂ. ഇപ്പോൾ 21 വയസ്സുള്ളതിന് സ്ക്രിപ്റ്റ്, സിനിമയുടെ തിരക്കഥാ, സംഭാഷണം, തങ്കി എല്ലാവരും ഇങ്ങനെ കൂടില്ലേ. ഞങ്ങളൊക്കെ വന്നത് അങ്ങനല്ല. ഒരുപാട് നരക യാതന അനുഭവിച്ച് അനുഭവങ്ങളുടെ മൂശയിൽ കിടന്ന് രൂപപ്പെട്ടുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ അതല്ല. പിന്നെ രാഷ്ട്രീയ ബന്ധം, പത്മശ്രീ ഉൾപ്പെടെ ഉള്ള സർവ്വകാര്യവും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കിട്ടും നമുക്ക്. അതുപോലെ സിനിമ ഏതെങ്കിലും ഒരു മുതലാളിയുടെ പ്രേമം, സ്നേഹം മാത്രം മതി സിനിമാക്കാരനാകാൻ. ഇല്ലേ? ഒരൊറ്റ മുതലാളിക്ക് കള്ള് മൂത്താൽ മതി. കള്ളടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്, എടാ നാളെ നീ ആ സംഗീത സംവിധായകൻ, അയ്യോ ഞാൻ സംഗീതം ഒന്നും പഠിക്കണ്ടടാ, നാളെ നിൻ്റെ തിരക്കഥയാണ്, പോയി തിരക്കഥ എഴുതിക്കോ, പിറ്റേ ദിവസം തിരക്കഥ. അപ്പോൾ ജിഞ്ചിൽ പാടി നിൽക്കുന്ന ആർക്കും ഇപ്പോൾ എളുപ്പമാണ്.
ഞങ്ങളൊക്കെ പക്ഷേ എന്നറിയോ, നെയ്യിരിക്കുന്നിടത്ത് ഉറുമ്പ് വരണം എന്ന് ശഠിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. നെയ്യിരിക്കുന്നിടത്ത് ഉറുമ്പ് വരണം, അല്ല നെയ്യ് അങ്ങോട്ട് ഒഴുകി ചെല്ലുകയില്ല. പക്ഷേ നെയ്യിരിക്കുന്നിടത്ത് ഉറുമ്പ് വരുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഞാൻ വിചാരിക്കും എന്നിലെ നെയ്യ്ക്ക് എന്തോ അല്പം കൂടെയൊക്കെ എന്ന് ചേരുവ വരാനുണ്ട്, അല്ലെ എന്തെങ്കിലും അശുദ്ധത കാണും എന്ന് വിചാരിച്ച് സമാധാനപ്പെടുകയാണ് ഞാൻ. സംഗീത സംവിധാനത്തിൽ നിന്ന് 1986 ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഇടയുണ്ടായി അല്ലേ? അതോടൊപ്പം തന്നെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിൽ ചെറുതായിട്ടൊന്ന് മുഖം കാണിക്കുകയും ചെയ്തു. ഈ 2 സിനിമകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും അതിൻ്റെ സംവിധാനം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒക്കെ. അതെ, എൻ്റെ മദ്രാസ് കാല ജീവിതത്തിൽ 6 വർഷം ഞാൻ ഓർക്കസ്ട്രേഷൻ മദ്രാസിൽ ശ്രീ ജോസഫ് കൃഷ്ണ സാർ എന്ന് പറയുന്ന ആംഗ്ലോ ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചതാണ്. അപ്പോൾ പഠിക്കുമ്പോഴും കുറേ സിനിമകൾ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല, ശിഷ്യനായിട്ട് പോയി പരിചാരകനായിട്ട് നിന്ന അനുഭവമൊക്കെ ഉണ്ട്. ആ വഴിക്ക് രാമു കാര്യാട്ട് സാറിനെ പരിചയപ്പെട്ടു. രാമു കാര്യാട്ട് സാറിൻ്റെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചു സംവിധാനം പഠിക്കാൻ. ആ സംവിധാനം പഠിച്ചാൽ കുറച്ച് നാൾ അന്ന് ഇൻഡോർ ഷൂട്ടിംഗ് ആണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പം ഞങ്ങളുടെ ഓഡിയോ റെക്കോർഡിങ് കഴിഞ്ഞ ഉടൻ തന്നെ അങ്ങേ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഒരെണ്ണത്തിൽ വേറെ ഷൂട്ടിംഗ് നടക്കും. ആ ഷൂട്ടിംഗ് ഓടി പോകാൻ പോവും, കാണും, ആസ്വദിക്കും. അങ്ങനെ രാമു കാര്യാട്ട് സാറിനെ പരിചയപ്പെട്ടു. രാമു കാര്യാട്ട് സാറുമായിട്ട് കുറച്ച് നാളൊക്കെ നടക്കാൻ മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അസിസ്റ്റ് ചെയ്തിട്ടില്ല, വിദ്യാർത്ഥിയായിട്ട് നിന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഒരു വെളിച്ചം സംവിധാന ടാലൻ്റ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇവിടെ 86 കാലഘട്ടങ്ങളിൽ ഒരു സിനിമ രൂപപ്പെട്ടു. ആ രൂപപ്പെട്ട സിനിമ ഞാൻ സംവിധാനം ചെയ്തു. സാമ്പത്തിക ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയായിരുന്നു. പാവപ്പെട്ട 2 പ്രൊഡ്യൂസർമാരും അവർ വെച്ചെങ്കിലും ഒരു ഷോട്ടിന് അത്രയും ഫിലിം വെച്ച് മാത്രം എടുക്കാനുള്ളതുണ്ടായിരുന്നു. എങ്കിലും പുതുമുഖങ്ങളെ വെച്ച് അതിലെത്ത് അത് വേണ്ടത്ര ഓടിയില്ല ആ സംവിധാനം. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ധനുർവേദം എന്നുള്ളൊരു പടം ചെയ്തു. KP ലളിത, ശാന്തികൃഷ്ണ, ശ്രീനാഥ് മറ്റവരൊക്കെ കത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ എടുത്ത പടം. അത് 6000 അടി റാങ്ക് ചെയ്തപ്പോൾ മറ്റവൻ്റെ കൂട്ടുപ്രതിയുടെ പൈസയില്ല. അങ്ങനെ ദുരന്തങ്ങൾ, ഞാൻ പറഞ്ഞല്ലേ ദുരന്തങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പോഴത്തേക്കും എനിക്ക് പടം കുറഞ്ഞു. ഞാൻ സിനിമാ സംഗീത സംവിധാനം ചെയ്തു. എല്ലാം കൂടെ ചെയ്യണമെന്നും പറഞ്ഞ് മറ്റ് സംഗീതത്തിന് വിളിക്കാറായി. എങ്കിലും കുഴപ്പമില്ല, യേശുദാസിൻ്റെ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക തരങ്ങളിലൂടെ. ഞാൻ അങ്ങനെ നിന്നൊക്കെ നടന്നപ്പോഴാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, അല്ല ആദ്യം ചെയ്യുന്ന ജീസസിൻ്റെ പറഞ്ഞായിരുന്നല്ലേ ഞാൻ. ആദ്യ പടം എനിക്ക് ആദ്യം കിട്ടിയത് എൻ്റെ വിദ്യാഭ്യാസം ഏകദേശം പൂർത്തിയായി, മദ്രാസിലെ ഓർക്കസ്ട്രേഷൻ പഠിത്തം പൂർത്തിയായതിൻ്റെ മുഹൂർത്തത്തിലാണ് PA തോമസിൻ്റെ ജീസസ് എന്ന സിനിമ. അത് ഹോശാന ഹോശാന കർത്താവിനോ ശാന, ഹോശാന ഹോശാന കർത്താവിനോ ശാന, മിശിഹ കർത്താവിനോ ശാന എന്ന് പറഞ്ഞൊരു പാട്ട്. അതിനകത്ത് ഭക്തി നിർഭരമായ അന്തരീക്ഷം, ഓശാന പ്രൊസഷൻ. അപ്പം ഓശാന ദാവീദിൻ സുതനേ, ഓശാന 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 എന്ന അതുവരെയും പാട്ടിറങ്ങിയിട്ടുള്ളത് ഈ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന പോലെ ഒരു ട്യൂണായിരുന്നു. ഓർക്കും അന്നങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഓശാന പ്രൊസഷൻ കർത്താവിനെ അംഗീകരിച്ച് ആഹ്ലാദിച്ച് കൊണ്ടുവരുന്ന, എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന, കഴുതപ്പുറത്ത് വരുന്ന ഏറ്റവും ആഹ്ലാദപൂർവമായ നിമിഷമല്ലേ ആ നിമിഷം. ഓശാന എന്നൊരു പാടി കരയണം. ഓശാന ഓശാന അങ്ങനെ ടെമ്പോയിൽ ഞാൻ ആ പാട്ടാക്കി. ആ പാട്ട് എന്തുകൊണ്ടും അങ്ങ് വിജയിച്ചു. പടം 100 ദിവസം വരെ ഓടി. ആ പാട്ട് കൊണ്ടല്ല, ഒരിക്കലും ഞാൻ അകന്ത പറയല, ആ പാട്ടുകൂടെ അതിനൊരു ഘടകമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന റിലീസാകുന്ന ദിവസം തന്നെ 50-ാം ദിവസം എന്ന് പറഞ്ഞ് പച്ച നുണയുടെ പോസ്റ്ററല്ലേ വരുന്നത്. അന്ന് അതല്ല, അന്ന് 100 ദിവസമായെങ്കിലേ 100 ദിവസമാകും. അതിന് അംഗീകാരമൊക്കെ കിട്ടി. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള വരവ്. അതിനിടയിൽ അടുത്ത തിരിച്ചടി കിട്ടി. സെൻറ്റ് തോമസ് എന്ന പടം അവർ കാശ് കിട്ടിയപ്പോൾ, ജീസസിൽ ഭയങ്കര പണം കിട്ടി അവർ. സെൻറ്റ് തോമസ് വന്നപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് സലിം ചൗധരിയെ വിളിച്ചു. സെൻറ്റ് തോമസ് ഓർക്കുന്നു. അപ്പോൾ അത് സിനിമാ കളി.
അപ്പം മുഖത്തടി ഞാൻ നാട്ടിൽ ചെന്ന് പറഞ്ഞു, രംഗനെ അന്ന് വിളിക്കുന്ന രംഗനെ നീ പടമൊക്കെ ചെയ്തല്ലോ ഗംഭീരമായി, പിന്നെ ഇനിയിപ്പം അടുത്ത പടം ഏതാ, കുറേ കൊച്ചി 10-24 വയസ്സുകളിലേക്ക് ഞാൻ ഭയങ്കര ഗമയിലൊക്കെ അടിച്ചു. അടുത്ത സെൻറ് തോമസ് ആണ്. സെൻറ് തോമസ് പടം ഇറങ്ങിയപ്പോൾ ഞാനില്ല, എൻ്റെ പേരും ഇല്ല. അങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് കൊള്ളയും വഞ്ചനയും ചതിയും കാലുമാരലും ഒക്കെ രാഷ്ട്രീയം പോലെ തന്നെ ഉണ്ട്. അത് അതിശയമില്ല. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ കയറി അപ്പോൾ അതൊക്കെ വന്നു. പിന്നെ 10 വർഷം എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അവിടെ സിനിമയൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ മരിച്ചു എന്നതാണ് ടെലഗ്രാം. 3 സഹോദരിമാർ പ്രായപൂർത്തിയായി നിൽക്കുന്നു. ഇങ്ങോട്ട് അന്ന് ഇവിടെ റെക്കോർഡിംഗ് ഇല്ല. അന്ന് മദ്രാസ് നിന്നാലേ റെക്കോർഡിങ് കിട്ടൂ. റെക്കോർഡിങ് അന്ന് പട്ടിണിയൊക്കെ സഹിച്ച് നിന്നവരൊക്കെ നേടി. ഞാൻ ഇങ്ങോട്ട് പോന്നു. 10 വർഷം ഇവിടെ സ്റ്റേജ് പരിപാടി ആയിട്ട് നിന്നു. അതുകൊണ്ടാണ് 42 നാടകങ്ങൾ എഴുതി. പല നാടകങ്ങൾക്കും അവാർഡ് കിട്ടി. സാഹിത്യം കൊണ്ട് എൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ അവാർഡ് കിട്ടി. നൃത്തനാടകങ്ങൾ 25 എണ്ണത്തോളം. തൃപ്പൂണിത്തര അരവിന്ദാക്ഷമേനോൻ, ജയകരണ നൃത്തകലാലയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ടോപ്പ് സമിതികൾക്ക്. പിന്നെ ഹരിപ്പാട് നവദർശന ഒക്കെ സ്ഥിരം എഴുതുകയും സംഗീതം ചെയ്യുകയും ചെയ്തുകൊണ്ടൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ് തരങ്കിണി ഇവിടെ സ്ഥാപിതമായി. ദാസേട്ടൻ സ്ഥാപിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ ഗ്രിപ്പ് ഇങ്ങനെ വന്നു നിൽക്കുന്നു. ഇപ്പം ചെയ്യുന്ന വർക്കുകൾ, പുതിയ കാര്യങ്ങൾ? ഞാനിപ്പോൾ വളരെ ഗുരുതരമായ ഗൗരവമായുള്ള ചില വർക്കുകളാണ്. ഈ സിനിമാ പാട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോകുമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് കാവേരി നദിയുടെ 600 വർഷങ്ങൾക്ക് മുമ്പ് കാവേരി നദിയുടെ തീരത്തിരുന്ന് മഹാന്മാരെ കുറിച്ചിട്ട കീർത്തനം പാടിയാണ് യേശുദാസ് ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ഇന്നും കാശ് മേടിച്ചുകൊണ്ടുന്നത്. വാതാവി ഗണപതി ഭജേ വാതാവി ഗണ ആരെഴുതിയ? ദീക്ഷിതരെഴുതുക സ്വാമി. അതുപോലെ തന്നെ നഗുമോ മൂഗണലേ നീനാജാലി ദൽസേ നഗുമോ ആരുടെയാ? ത്യാഗരാജ സ്വാമിയുടെ. ആ മഹാപണ്ഡിതന്മാർ ഉറക്കളച്ചപ്പെട്ട് എഴുതി ജീവാർപ്പണം ചെയ്തെഴുതിയ കവിതകൾ ഇന്നും കീർത്തനങ്ങൾ ഇന്നും വിറ്റ് കാശാക്കുന്ന അവരെക്കുറിച്ച് ഒരു കീർത്തനം ഇന്ന് വരെ ഇല്ല. പുരന്ദരദാസർ, ത്യാഗരാജസ്വാമി, ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഗുരു പരമഗുരു ഏതാ? സ്വാതിരുനാൾ മഹാരാജാവ്. ഈ 5 പഞ്ചമഹാഗുരുക്കന്മാരെക്കുറിച്ച് ആരും പുകഴ്ത്തിപ്പാടി കേൾക്കുന്നില്ല. ആ സങ്കടം കൊണ്ട് ഞാൻ ഗുരുപഞ്ചകം എന്ന് പറയുന്ന 5 കീർത്തനം ഉണ്ടാക്കി അതിൻ്റെ രചന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും ഗായകനും പിന്നണി ഗായകനും ഒക്കെയായ ബിനു ആനന്ദ്, മ്യൂസിക് ഫസ്റ്റ് ക്ലാസ് പാസ്സായ ചിറ്റൂർ കോളേജിൻ്റെ സന്തതിയായ ബിനു ആനന്ദ് ആണത് പാടിയിരിക്കുന്നത്. അതിൻ്റെ പ്രചാരകൻ ബിനു ആനന്ദാണ്. അത് ദാസേട്ടൻ ഉൾപ്പെടെ കേട്ട് വളരെയധികം അംഗീകാരമുണ്ട്. ഇപ്പോൾ പ്രിൻറ്റിങ്ങിലാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗായകർ പുതിയ ശബ്ദങ്ങൾ ഞാൻ തേടുന്ന കാലഘട്ടമാണ്. നമ്മുടെ ദാസേട്ടൻ ഇപ്പോൾ SP പോയതുപോലെ ദാസേട്ടൻ കുറേ നാൾ കൂടിയിരിക്കും അതൊക്കെ. പക്ഷേ എന്നാലും പുതിയ പാട്ടുകാർ വേണ്ടേ? ആയതുകൊണ്ട് എൻ്റെ സംഗീത സായാഹ്നത്തിലും ജീവിത സായാഹ്നത്തിലും ഞാൻ കുറേ ജെനുവിൻ ശബ്ദങ്ങൾ തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുക. അതിൽ നമ്പർ 1 സജേഷ് പുന്നപ്ര. ഇപ്പം യൂട്യൂബ് തുറന്നാൽ അയാളെ ഉള്ളൂ. ഒരു ലോങ് ഹെയർഡ് മാൻ ആൾ. പിന്നെ ഉണ്ണിരാജ, അപാര കൊച്ചിൻ കോളേജിലെ പ്രൊഫസർ, ചെറുപ്പക്കാരൻ, അപാര ഗായകൻ ഉണ്ണിരാജ. പിന്നീട് ബിനു ആനന്ദ്, ഫസ്റ്റ് ക്വാളിറ്റി ജ്ഞാനസൻ പണ്ഡിതൻ ബിനു ആനന്ദ്. അപ്പം ബിനു ആനന്ദ്, നമ്മുടെ സജേഷ് പുന്നപ്ര, നമ്മുടെ ഉണ്ണിരാജ തുടങ്ങിയ ആളുകൾ ദാസേട്ടന് ട്രാക്ക് പാടി. ദാസേട്ടന് വളരെ തൃപ്തിയുള്ള ആൾക്കാർ. പിന്നെ സ്ത്രീകളിൽ ലക്ഷ്മി പ്രകാശ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സാമാന്യം നന്നായിട്ട് പാടുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള കല്ലറ. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ക്രോഡീകരിച്ച് ഇവരെയൊക്കെ ഇപ്പം സംഗീതത്തിൻ്റെ വിവിധ അംശങ്ങൾ പഠിപ്പിച്ചും കൂടുതൽ ആലാപന ശുദ്ധി നേടിക്കൊടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. അവരൊക്കെ പ്രസിദ്ധപ്പെട്ടു വരുന്നു. അവരോടൊക്കെ കൂടിയുള്ള
സംഗീത സംബന്ധമായ പുതിയ പുതിയ സൃഷ്ടികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പണിപ്പുരയിലാണ് ഞാൻ. നിരവധി അവാർഡുകൾ മാഷിന് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2020 ദക്ഷിണാമൂർത്തി അവാർഡിനും അർഹനായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെനിക്ക് വലിയ ധന്യത നേടിത്തന്നു. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെ മനസ്സിൽ വെച്ച് ഒത്തിരി ഞാൻ ആരാധിച്ചിട്ടുള്ള മനുഷ്യനാണ്. എവിടെയെങ്കിലും ഡെമോൺസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ പാട്ടിനെ കുറിച്ച് ഞാൻ പറയാറില്ല. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് സംഗീതം ചെയ്യുന്ന ശൈലിയെക്കുറിച്ച് ഞാൻ പാടുന്നുണ്ട്, പാടി പ്രചരിപ്പിക്കും. കൂടാതെ ഏറ്റവും വലിയ അവാർഡ് ദേശീയം നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ അവാർഡ്. രവീന്ദ്രനാഥ ടാഗോർ അവാർഡ് അദ്ദേഹം മഹാകവിയെ എഴുത്തുകാരനായിട്ടേ പലരും അറിയുന്നുള്ളൂ, ഇല്ലേ? ജനഗണമനയൊക്കെ എഴുതിയ ആളെന്നൊക്കെ എല്ലാം അറിയാം. 7 കലകളിൽ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. സംഗീതം, നൃത്തം, ഉപകരണ സംഗീതം, അഭിനയം, കവിത എഴുത്ത്, ഇതിലൊക്കെ കൂടെ പ്രഗത്ഭനാണ്. ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ ദേശീയ കവി, ലോകകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് കിട്ടി. സംഗീത നാടക അക്കാദമിയിലൂടെ സംഗീത നാടക അക്കാദമി അവാർഡ്, പിന്നെ തത്വമസി അവാർഡ്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സ്വാമി സംഗീതം ആലപിക്കും താപസഗായകനല്ലോ ഞാൻ എന്ന പാട്ടിന് ഇന്ത്യയിലെ 4 ഭാഷയിലെ ബഹുമതി ലഭിച്ചു. പിന്നെ നാടകരചനയ്ക്ക് നമ്മുടെ ജി ശങ്കരപ്പിള്ള അവാർഡ് കിട്ടി. അങ്ങനെ പിന്നെ AARൻ്റെ ഏറ്റവും കൂടിയ ഗ്രേഡ് കിട്ടി, ദൂരദർശൻ്റെ ഏറ്റവും വലിയ ഗ്രേഡ് കിട്ടി. അങ്ങനെയൊക്കെ ഇതൊക്കെ വയറ്റിപ്പഴുപ്പിന് ഒരു കൊഴുപ്പാണ്. അല്ല, അതിലൊന്നും ഞാനിങ്ങനെ തൂങ്ങി ലയിക്കുന്നില്ല. എനിക്ക് നിങ്ങളെപ്പോലുള്ളവരും ഒക്കെ ആയിട്ടുള്ള സൗഹൃദം പങ്കുവയ്ക്കാനും സാധാരണക്കാരൻ്റെ വികാരങ്ങളും അവൻ്റെ ബൗദ്ധികവും വൈകാരികവുമായ ഭാഷകളെ, വികാരങ്ങളെ അത് മുഴുവൻ ഉദ്ദീപിക്കാനുള്ള സംഗീതവുമായിട്ട് ഞാനിങ്ങനെ നടക്കുന്നു. മാഷിന് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തലമുറയോട് പറയാനുള്ളത്, സംഗീത സംവിധായകർ ആദ്യം പോയി സംഗീതത്തെക്കാളുപരി ആദ്യം അക്ഷരം പഠിക്കണം. ഏത് ഭാഷയിലാണോ അവർ ചെയ്യുന്നത് അക്ഷരം പഠിക്കണം. മറ്റുള്ള അത് സംഗീതവും പഠിക്കണം. പാടുന്നവർ സരിഗമ പതനീസായുടെ സ്ഥാനങ്ങൾ മുഴുവൻ ഏത് ശൈലിയിലും തൊണ്ടയിൽ വരുത്താൻ ഉള്ള സാധകം ചെയ്യണം. പിന്നെ ജാതി, മത, വർഗ, വർണ്ണ വർഗങ്ങൾക്ക് അതീതമായി മനുഷ്യനെ എൻ്റെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഏക മഹാസിദ്ധിവിശേഷം സംഗീതമാണ്. അത് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു ബഹുമാനപ്പെട്ട സ്റ്റാർ വിഷൻ്റെ പ്രവർത്തനങ്ങൾ, നിരന്തരമായുള്ള പ്രവർത്തനങ്ങളെ അകന്നു നിന്നാണെങ്കിലും ഞാൻ നോക്കിക്കാണുന്നവനാണ്. നിങ്ങളെ ഒരു സംഘം ചെറുപ്പക്കാർ ഇതിൻ്റെ സജീവമായിട്ടുണ്ട്. അവർ കുളത്തിലെ വിളക്ക് പോലെ കഴിയുന്ന ഒരുപാട് പ്രതിഭാധനകളും സ്ത്രീകളും അവരെ ചെന്ന് ഗ്രാമാന്തരങ്ങളിൽ ചെന്ന് പൊക്കിയെടുത്ത് ഈ വെള്ളി വെളിച്ചത്തിൽ അവരെ കൂടെ വെള്ളി വെളിച്ചം കാണിക്കണമെന്ന് ഒരപേക്ഷ എനിക്കുണ്ട്. അതുപോലെ തന്നെ സ്റ്റെഫിയെപ്പോലുള്ള ഈ നല്ല ചുണക്കുട്ടികളായ ആങ്കർമാർ, അതായത് അഗാധ പഠനം ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന പോലെ വേറെ ആർക്കും പറ്റുകയില്ല. അങ്ങനെ പഠിച്ച് അവരെയൊക്കെ നിങ്ങളുടെ നല്ല വാക്കിലൂടെ അവരുടെ വ്യക്തിത്വത്തെ പ്രശോഭിപ്പിക്കണം എന്ന് ഒരു അഭ്യർത്ഥിച്ചുകൊണ്ട് സ്റ്റാർ വിഷന് ഒരുപാട് നന്ദിയും ഞാൻ പറയുക. ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച മാഷിന് നന്ദി. തീർച്ചയായിട്ടും നമസ്കാരം.